ഈ അമ്മയായിട്ടുള്ള കണക്ഷൻ ഒരു ഇൻ ബിറ്റ്വീൻ ആണ് വന്നത്. അച്ഛന്റെ കുട്ടി എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടെ വലിയ വ്യക്തികളായി മുതിർന്നു കഴിയുമ്പോഴാണ് നമ്മൾ അമ്മയായിട്ടുള്ള കണക്ഷൻ വരുന്നത്. അത് നമ്മൾ പറഞ്ഞു നിർത്തിയ വിഷയമാണ്. എപ്പോഴാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബോണ്ടിങ് എങ്ങനെയാണ്? കുട്ടിക്കാലത്തെ ഉണ്ട് എനിക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ എന്നും കണ്ടില്ലെങ്കിൽ വിഷം വരും, അതൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കൊന്നും കുറച്ചൊരു 10-24 എനിക്കിങ്ങനെ ഒരു കാരണവും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പേടിയൊക്കെ വരും. ഇങ്ങനെ പെട്ടെന്ന് ഞാൻ പ്രഗ്നന്റ് ആണ്, അപ്പൊ എൻ്റെ അമ്മ അതിന് നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇപ്പൊ ഒരു ബന്ധവുമില്ല, എന്തായാലും പ്രഗ്നന്റ് ആണ് തോന്നുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഫീലിംഗ് പ്രഗ്നന്റ് അങ്ങനെയൊക്കെ കുട്ടിക്കാലത്ത് 22 വയസ്സിൽ എപ്പോഴും വെറുതെ ഒക്കെ തോന്നിക്കൊണ്ടിരിക്കും. അപ്പൊ എന്റെ അമ്മയ്ക്ക് എന്റെ അമ്മ ഇതൊക്കെ ഭയങ്കര ലൈറ്റ് ആയിട്ട് എടുക്കുന്ന ഒരു അമ്മയാണ്, ഭയങ്കര ഒരു അടിപൊളി അമ്മയാണ് ആ രീതിയിൽ. ഒരിക്കൽ ആൾക്ക് തൈറോയിഡും യൂട്രസിന്റെയും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്, അത് 8-9 ഒരുമിച്ചായിരുന്നു ഓപ്പറേഷൻ, 8 to 9 hours ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വീട്ടില് കിടക്കുക, മിണ്ടാമൂല വേറെ കിടക്കുക. അപ്പോൾ അന്ന് രാത്രിക്ക് എനിക്ക് ഇങ്ങനെ എപ്പോഴും ഞാൻ പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നു, വെറുതെ എന്ന് വെച്ചാൽ പീരിയഡ്സ് എങ്ങാനും ഒരു ദിവസം അരമണിക്കൂറൊക്കെ ലേറ്റ് ആയി തന്നെ എനിക്ക് തുടങ്ങും. അപ്പോൾ എന്നോട് അമ്മ ചോദിച്ചു, എനിക്കിപ്പോൾ അതിന് ബോയ് ഫ്രണ്ടോ എന്തെങ്കിലും ബന്ധമുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ? ആരും ഇല്ല എനിക്കന്ന്. ഞാൻ പറഞ്ഞു പക്ഷേ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നല്ലോ. ഞാൻ കഴിഞ്ഞ വർഷം നിൽക്കുള്ളത്. അപ്പോൾ ഈ ഉറങ്ങിക്കിടക്കുന്ന അമ്മ ഞാൻ ഹലോ എനിക്ക് തോന്നുന്നു ഞാൻ പ്രഗ്നന്റ് ആണ് എന്നൊക്കെ ഈ രാത്രി 2 മണിക്കൊക്കെ ഈ ശബ്ദം പോലുമില്ല, കുഴപ്പമില്ല അബോട്ട് ചെയ്യാം, അത്രയും സിമ്പിൾ ആയിട്ടാണ് എന്റെ അമ്മ. അങ്ങനെ ഒരു എന്താ പറയാ, ഞാൻ ഇനി അതല്ലാതെ വേറൊക്കെ ഉണ്ട്, തലയുടെ ഇവിടെ ഒരു വേദന ഉണ്ട്, എനിക്ക് എന്തോ ആ അസുഖം, എനിക്കിങ്ങനെ അസുഖങ്ങൾ, പ്രഗ്നൻസി, മറ്റേ അസുഖം, ഹൈപ്പോകോൺട്രിയ കുറച്ച് ഭയങ്കരമായിട്ടില്ലെങ്കിലും ഉണ്ട്, അല്ല ഭയങ്കരമായിട്ട് ഉണ്ടെന്ന് എന്റെ അമ്മയുടെ അഭിപ്രായത്തിൽ എനിക്കുണ്ട്. പക്ഷെ വേറെ ആൾക്കാരെ അമ്മയുടെ അടുത്താണ് കൂടുതൽ അത് പുറത്ത് കാണിക്കുന്നത്. എല്ലാം അമ്മയും മൈത്രനെയും എന്റെ കൂട്ടരൊക്കെ വിളിക്കും, എന്റെ ഡോക്ടേഴ്സ് എല്ലാരും വിളിക്കും, ഇങ്ങനെ കേട്ടോ അതെന്താ ഇതെന്താ അത് എനിക്കുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു 20 വയസ്സിൽ ഞാൻ പറയില്ല, ഉള്ളിൽ വെച്ചോളൂ. അങ്ങനെ എനിക്കൊന്നും അത് വലുതായപ്പോ ആ ചേച്ചിയോടൊക്കെ പറയാന്നുള്ളപ്പോ ഞാൻ പറയുമ്പോ നീ എന്താ ഇങ്ങനെ അങ്ങനെ ചേച്ചി അത് ഇങ്ങനെ എന്ത് പറയുമ്പോഴും അത് ലൈറ്റ് ആണ്. ആ ഒരു ലൈറ്റ്നെസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ചേച്ചി ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു അമ്മയാണ് പക്ഷെ ലൈറ്റ് ആണ്. ഈ ഫാമിലി എന്ന് പറയുന്ന കോൺസെപ്റ്റ്, കനിയുടെ കോൺസെപ്റ്റ് ഓഫ് ഫാമിലി എന്താണ്? എനിക്ക് ഫാമിലി എനിക്കറിയണ്ട ഈ കൺവെൻഷണൽ ഇതല്ല, പക്ഷെ എനിക്ക് ഫാമിലി എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഫീലിംഗ് ആണ്, അതെനിക്ക് ഇഷ്ടമാണ്. അതെന്ന് പറയുമ്പോൾ നമ്മള് ജനിച്ചോണ്ട് മാത്രം ഉണ്ടായ ഒരു കാര്യമായിട്ടല്ല ഞാൻ വിചാരിക്കണേ. ഇപ്പൊ ഞാൻ ഈ വീട്ടിൽ ജനിച്ച എന്റെ അച്ഛനും അമ്മയും ചേർന്നതാണ് എന്റെ ഫാമിലി, അല്ലെങ്കിൽ എനിക്കിപ്പോ അനിയനോ അല്ലെങ്കിൽ ചേട്ടനോ ചേച്ചിയാണെങ്കിൽ അവരാണ് എൻ്റെ ഫാമിലി. അങ്ങനെയല്ല ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് മനസ്സിലായത് നമ്മൾ വളർന്നു വലുതാകുമ്പോൾ നമ്മളൊരു ഫാമിലിയെ കണ്ടുപിടിക്കും. ചിലത് കൂട്ടുകാരായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ബ്രേക്കപ്പ് ചെയ്ത് നമ്മുടെ ഓൾഡ് ബോയ് ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ആയിരിക്കാം, അറിയില്ല. അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അച്ഛൻ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ചിറ്റപ്പനായിരിക്കാം, അറിയില്ല. നമ്മളിങ്ങനെ വളരുമ്പോൾ നമ്മൾക്ക് നമ്മുടെ പറ്റിയ കിൻഷിപ്പ് നമ്മൾ കണ്ടുപിടിക്കും. നമ്മളെ പോലെ ചിന്തിക്കുന്ന മാത്രമല്ല നമ്മുടെ ചിന്ത കൂടുതൽ മുമ്പോട്ടാക്കാൻ കഴിവുള്ള, ഈ ആൾ എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ ഞാൻ ഇതിനേക്കാൾ രസമായിട്ട് ചിന്തിക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ ഐ എം ഗ്രോയിങ് വിത്ത് ദം ആൻഡ് ഐ ഫീൽ സെക്യൂർ ആൻഡ് അവരെനിക്ക് ഭയങ്കര കെയർ ചെയ്യും, ഞാനും അവരെ കെയർ ചെയ്യും. ഇതൊക്കെ തോന്നുന്ന നമ്മൾ കണ്ടെത്തുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും തന്നെ ആയിരിക്കാം അത്, ചിലപ്പോൾ നമ്മുടെ അനിയനോ അല്ലെങ്കിൽ ചേട്ടനോ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവരൊന്നും അല്ല, വേറെ പുറത്തുള്ള ആൾക്കാരായിരിക്കാം. ആ ആൾക്കാർ ചേരുന്നതാണ് ഫാമിലി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫാമിലി എന്നുള്ളൊരു ഫീല് കിട്ടുക എന്നുള്ളതാണ്. അതപ്പോ ചിലപ്പോൾ നമുക്ക് അവരോട്ടൊക്കെ ജീവിക്കാൻ പറ്റുമായിരിക്കാം, പക്ഷെ നമ്മൾക്ക് അവര് എന്തായാലും നമുക്ക് അവര് ഒരാവശ്യമുള്ളപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഉണ്ടെങ്കിൽ അവരുണ്ട്. അതിൽ അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ ഭയങ്കര ക്ലിയർ അങ്ങനെ അല്ലാത്ത എന്നാ ബൗണ്ടറീസ് ഉണ്ട്, നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യും. അല്ലാണ്ട് ഇപ്പോൾ കൺവെൻഷണൽ ഇവിടുത്തെ ഫാമിലികൾ പലപ്പോഴും ബൗണ്ടറി ഇല്ല, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യത്തിൽ പോയി ഇടപെടും ഭയങ്കരമായിട്ട് വേറൊരാളുടെ. ഇനി ഈ വീട്ടിൽ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് ജീവിച്ചാൽ മതി, അങ്ങനെയൊക്കെ എത്തും. അങ്ങനെ അല്ലാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്ന, എന്നാ കെയർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റുന്ന, അങ്ങനെയൊക്കെ ഉള്ള നമ്മൾ തന്നെ കണ്ടെത്തുന്ന ഫാമിലി. അത് ചിലപ്പോൾ ജനിച്ച അച്ഛനോ അമ്മയോ അനിയത്തൊക്കെ തന്നെ ആവാം. അങ്ങനെയുള്ള ഫാമിലികളെ ഞാൻ കണ്ടിട്ടുണ്ട്.